ആ ഡ്രീം ജോബ് മനസ്സിൽ ഭാവന ചെയ്യണം. ആ ഡ്രീം ജോബ് മനസ്സിൽ കാണണം. ഓരോ ദിവസവും നമ്മൾ നമ്മളുടെ ലക്ഷ്യം ഒരു ബുക്കിൽ എഴുതി വെക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ എഴുതി വെച്ചത് വീണ്ടും വീണ്ടും എടുത്ത് വായിക്കുന്നതിനോടൊപ്പം ഇടവേള സമയങ്ങളിലെല്ലാം നമ്മൾ ആ ജോബിൽ പ്രവേശിക്കുന്നതും ആ ജോബിന് പോകുന്നതും അവിടെ വർക്ക് ചെയ്യുന്നതും അതിൻ്റെ മറ്റു പശ്ചാത്തലങ്ങളുമെല്ലാം മനസ്സിൽ നന്നായി ഭാവന ചെയ്യണം, സങ്കല്പിക്കണമെന്നർത്ഥം. ഇപ്പൊ നിങ്ങളുടെ കച്ചവടത്തിൽ വലിയ വർധനവ്, പുരോഗതി, അതാണ് നിങ്ങൾ ഡ്രീമായിട്ട് എടുക്കുന്നതെങ്കിൽ നമ്മളുടെ ബിസിനസ് സാവധാനം ക്രമേണ വികസിച്ച് വരുന്നതായിട്ടും കൂടുതൽ സെയിൽസ് വരുന്നതായിട്ടും ബിസിനസ് ഏരിയ വികസിക്കുന്നതായിട്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതായിട്ടും അതിലൂടെ വലിയ ഇൻകം നമ്മളിലേക്ക് എത്തുന്നതായിട്ടും ഭാവന ചെയ്യണം. അപ്പോൾ ചിന്തകൾ ക്രമീകരിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന ചിന്ത എന്താണോ നമ്മൾ ഡ്രീമായിട്ട് എടുക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചിന്ത ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അത് ഭാവനയിൽ കാണുക എന്നുള്ളതാണ്. ഈ ഭാവനയിൽ കാണുക എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ അത് ഭാവന ചെയ്താൽ ഇരുന്നാൽ ഉടനെ അത് ശരിയാകണമെന്നില്ല. നിങ്ങൾക്ക് ആ ഒരു വ്യൂ, ആ ഒരു ഇമാജിനേഷൻ ക്ലിയർ ആയിട്ട് ഉടനെ കിട്ടണമെന്നില്ല. ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും അത് ഇമാജിൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായി ആ ഭാവന ശീലിക്കണം. എന്താണോ നമ്മുടെ ആഗ്രഹം അതിനെപ്പറ്റിയുള്ള ഇമാജിനേഷൻ കുറച്ച് ദിവസം തുടർച്ചയായി ശീലിക്കുക. അങ്ങനെ കുറേ ദിവസങ്ങൾ ആ ഇമാജിനേഷൻ അഥവാ ഭാവന മനസ്സിൽ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ അതിനുവേണ്ടി ഇരിക്കുമ്പോൾ തന്നെ ഒരു ചലച്ചിത്രത്തിൽ എന്നതുപോലെ നമ്മളുടെ ആഗ്രഹങ്ങളുടെ ദൃശ്യം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകാൻ തുടങ്ങും. അതാണ് നമ്മുടെ വിജയ പ്രയാണത്തിൻ്റെ ആരംഭം. വിജയത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം ആ നിമിഷമാണ്. എഫർട്ട് അധികമില്ലാതെ, വലിയ പരിശ്രമമില്ലാതെ നമ്മളുടെ ആഗ്രഹം ഒരു ചിത്രമായി